ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഇപ്പം ഇവിടെ സമയം സായാഹ്നമായി. ഞാൻ എൻ്റെ കവുങ്ങ് അങ്ങനെ കൃഷിയൊക്കെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് എൻ്റെ പാണ്ഡുവിനുണ്ടായ എൻ്റെ ചാക്കരക്കൂട്ടൻ. ഇവൻ ഭയങ്കര ബേക്കളിക്കാരനാണ്. ഇവൻ ഭയങ്കര പോക്രിയാ, അവൻ റൗഡിയാ. ഇവനുണ്ട്, ഇവൻ്റെ അനിയനുമുണ്ട്. ഇവൻ്റെ അനിയൻ ഈ പുറകെ വരുന്നുണ്ട്. ഇതാണ് ഇവൻ്റെ അനിയൻ. പക്ഷെ അനിയൻ പാവാ. ഇവനാളിച്ച പോക്കറിയും റൗഡിയും തെമ്മാടിയൊക്കെയാ. ആ ഇവൻ വന്നപ്പോൾ ഇവനെ ഒന്ന് എടുത്തു. അപ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത്, ഉള്ള ജീവിതത്തിൽ നമുക്ക് സന്തോഷമായി ജീവിക്കുക എന്നുള്ളതാണ്. എല്ലാവരും പണം 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 എന്നും പറഞ്ഞ് പണത്തിന് പുറകെ ഒരു നിമിഷം കളയാതെ എങ്ങോട്ട് അലഞ്ഞു നടക്കുകയാണ്. അവസാനം പണം മുഴുവനും ഉണ്ടാക്കി പെട്ടി വെച്ച് കഴിയുമ്പം ദൈവം, അതായത് പ്രപഞ്ച സൃഷ്ടാവ് നമ്മളെ അങ്ങ് വിളിക്കും. ആരോരും അറിയാതെയാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ പണമെല്ലാം ആർക്ക് വേണ്ടി അവരുണ്ടാക്കിയതാണ്? അപ്പം നമ്മൾ ജീവിച്ചിരിക്കെ ഇതുപോലെ ഇവറ്റകളെയൊക്കെ സ്നേഹിച്ച് നമ്മൾ പണം പണം എന്നും പറഞ്ഞ് നടക്കാതെ നമ്മൾ ഇവറ്റകളെയൊക്കെ സ്നേഹിച്ച് നമ്മൾ ഉല്ലാസകരമായി ജീവിതം കൊണ്ടാടണം. നമുക്ക് അധികം പണം ഉണ്ടേലും അധികം പണം ഇല്ലേലും നമുക്കൊരു മനുഷ്യന് ഏറ്റവും വേണ്ടത് ആഹാരമാണ്. ഒരു മനുഷ്യന് ഇത്ര ഗ്രാം അരിയുടെ ചോറേ ഒരു ദിവസം ഉണ്ണാൻ പറ്റുള്ളൂ. അതുപോലെ ഇത്ര ഗ്രാം ഇറച്ചി ഒരു മനുഷ്യന് സമ്പൽ സമൃദ്ധമായി കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ മദ്യം അടിക്കുന്നവനാണെങ്കിലും ഇത്ര മില്ലി മദ്യമേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ പണം നമ്മളിങ്ങനെ വാരി വാരി കൂട്ടി അടുക്കി വെച്ചിട്ട് ആർക്കും ഉപകാരപ്പെടാതെ നമ്മൾ പരലോകത്തേക്ക് പോകും. അതുകൊണ്ട് എന്ത് കാര്യം? അപ്പോൾ നമ്മൾ ചിന്തിച്ച് നമ്മൾ ഇതുപോലെ, ഇത് കണ്ടോ, ഞാനിപ്പോൾ എൻ്റെ തോട്ടത്തിലാണ് നിൽക്കുന്നത്. ഇതുപോലെ നമ്മൾ വാഴച്ചെടികളെയും ഇത് കണ്ടോ, മുളക് നിൽക്കുന്നത് കണ്ടോ, ഇത് കൊക്കോ നിൽക്കുന്നത് കണ്ടോ, ഇത് കണ്ടോ എൻ്റെ കുട്ടന്മാർ നിൽക്കുന്നത് കണ്ടോ, ഇത് പട്ടിക്കുട്ടികൾ, പൂച്ചക്കുട്ടികൾ ഒക്കെ നിൽക്കുന്നത് കണ്ടോ. ഇങ്ങനെ നമ്മൾ ഇവറ്റകളെയൊക്കെ സ്നേഹിച്ച് താലോലിച്ച് വൈകിട്ട് നമ്മൾ ആ സമയം നല്ല രീതിയിൽ ചിലവാക്കുക. ഇതെനിക്ക് ഈ സായാഹ്നത്തിൽ നിങ്ങളോട് പറഞ്ഞു തരാനുള്ളൂ. നന്ദി, നമസ്കാരം.